ധന്യ, സിനുജി, ബംഗ്ലാദേശ് ഇന്ത്യക്ക് നേരെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ, അത് ഇപ്പോൾ തീവ്രവാദ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പതിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് പാകിസ്ഥാനുമായി ഒരു ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് അലി ജിന്നയെ അവരുടെ രാഷ്ട്രപിതാവായി കരുതുന്ന രീതിയിലും അങ്ങനെ പല റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് പാകിസ്ഥാനെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ ആക്രമിക്കാനായി ആണവായുധങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാനായി ബംഗ്ലാദേശ് തീരുമാനിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, അതോ ഇന്ത്യ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമോ എന്നാണ് തോന്നുന്നത്? അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും അടുത്ത കാലം വരെ വളരെ അടുത്ത സൗഹൃദ രാജ്യങ്ങൾ എന്ന് പറയാം, ഫ്രണ്ട്ലി നേഷൻസ്. ആ രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഒരു തീർത്താൽ തീരാത്ത ശത്രുതയുള്ളതായി മാറ്റുന്നത്. അത് സത്യത്തിൽ നമ്മളല്ല, ബംഗ്ലാദേശ് മാറ്റുന്നതാണ്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറി. ഒരു കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ കാരണം ഇന്ത്യൻ സേനയുടെ ഇടപെടലായിരുന്നു. ഇപ്പോൾ അതേ ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യയെ തകർക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിൽ ഒരു പ്രൊഫസർ ധാക്കയിൽ ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. ഈ പ്രസ് മീറ്റ് വെച്ച് പറയുകയാണ്, ഇന്ത്യയെ തകർക്കണമെങ്കിൽ നമുക്ക് ആണവായുധം വേണം. ആണവായുധം കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാം. ഇതിനെ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും കൈയടികളോടെ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രൊഫസർ അത്ര ഒരു കാര്യം പറയണമെങ്കിൽ ആ പ്രൊഫസറിന് സ്വാഭാവികമായിട്ടും വലിയ സ്വീകാര്യത ഉണ്ടാവും. അതുകൊണ്ട് അത് രാജ്യാന്തര തലത്തിലും ശ്രദ്ധേയമായി മാറുകയും ചെയ്തു. കാരണം ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോബൽ സമ്മാന ജേതാവൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ട്. എന്ന് പറയുന്നത് പോലെ ധാക്കയിലെ ചില പ്രൊഫസർമാർ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ചില പ്രൊഫസർമാർ ആ രാജ്യത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളെ തകർക്കണം അല്ലെങ്കിൽ മതരാഷ്ട്രം എന്ന വാദമുയർത്തി പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടും. ബംഗ്ലാദേശിനെ പോലെ ഒരു പട്ടിണി രാജ്യത്തിന് ഒരു ആണവായുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പകരം ഇവർ പറയുന്നത് നമുക്ക് പാകിസ്ഥാനുമായിട്ടൊരു നല്ല ടേംസിൽ പോകാം, എന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് ഈ ആണവായുധം മേടിക്കാം, എന്നിട്ട് ആണവ മിസൈൽ കൊണ്ടുവന്ന് നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആണവായുധം ഉണ്ടോയെന്നാണ്. അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. എങ്കിലും ആണവായുധമുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ പാകിസ്ഥാനെ കാണുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും പരിമിതിയൊക്കെ വെച്ചുകൊണ്ട് അവർ ആണവായുധത്തിൻ്റെ ഫോർമുല മറ്റ് രാജ്യത്തിന് വിറ്റു എന്നും ആരോപണമുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇവരെ ചാക്കിട്ട് പിടിക്കുകയും ചെയ്തു. ഇതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതുമാണ്. എന്തായാലും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ഒന്നിച്ച് നിന്നാൽ ഇന്ത്യയെ തകർക്കാം എന്നൊരു നിലപാടിലേക്ക് അവർ മാറുന്നു. അപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയെ ഇപ്പോൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരുടെ കൂടെ നേതാവായി അംഗീകരിക്കുന്നു. ഒപ്പം ബംഗ്ലാദേശിലെ ഭാഷ ഉറുദു ആക്കി മാറ്റാൻ അവരിൽ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള വലിയൊരു വിഭാഗം, ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗം, ഒപ്പം ഇന്ത്യക്കുള്ളിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന മറ്റൊരു കൂട്ടർ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയെ എങ്ങനെ തകർക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൻ്റെ 4/3 ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതായത് ഏതാണ്ട് 4000 കിലോമീറ്ററാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി. കൃത്യമായി പറഞ്ഞാൽ 4156 കിലോമീറ്റർ. ഈ 4156 കിലോമീറ്ററിൽ നമുക്ക് BSFൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആർമിയുടെയോ ഒന്നും സേവനം ഉണ്ടാകണമെന്നില്ല. പല ഭാഗത്തും ഈ കമ്പിവേലികൾ ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് പാകിസ്ഥാൻ്റെ സഹായത്തോടെ ആണവ ബോംബ് വെച്ചാൽ അല്ലെങ്കിൽ ഈ മിസൈലൊക്കെ വെച്ചാൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ സൈനിക ശക്തിയിൽ 4ാമത്തെ രാജ്യമാണ്. അത്ര പെട്ടെന്നൊന്നും ഇന്ത്യ ആക്രമിക്കാനും പറ്റില്ല. പക്ഷേ ബംഗ്ലാദേശ് ഇങ്ങനെ മാറി ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ധാക്കയിലെ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസർ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനോട് ഒരു ആണവ മിസൈൽ ഉണ്ടാക്കിത്തരാൻ നമ്മൾ ആവശ്യപ്പെടും എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ അത് കേട്ട് കൈയടിക്കുകയാണ്. അതായത് ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു യുദ്ധ ഭീഷണി മുഴക്കാൻ, ഒരു യുദ്ധം നടത്താൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെയുള്ളവർ അതിന് സപ്പോർട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷെയ്ഖ് ഹസീനയുടെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കലാപത്തിന് ശേഷം വലിയ രീതിയിൽ ഹിന്ദുക്കൾ അവിടെ ആക്രമിക്കപ്പെടുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ പുറത്താക്കിക്കൊണ്ട് തങ്ങളുടെ മാത്രം ഒരു മതരാജ്യത്തെ അവിടെ ഉയർത്തിക്കൊണ്ട് ജമാഅത്ത് അത് ഭരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക,
ഇന്ത്യയെ എങ്ങനെയും തകർക്കുക. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവർക്കൊക്കെ ഒരു ഭയമുണ്ടാകും. സൈനിക തലത്തിലും എല്ലാ തലത്തിലും ഇന്ത്യ വളർന്ന് സാമ്പത്തികമായും മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപെടലിലൊക്കെ ഇന്ത്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ സാധിക്കൂ എന്നാണ് ബംഗ്ലാദേശ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ആണവ മിസൈൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് അവരുടെ മനസ്സിന്റെ ഒരു അരാജകത്വം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മറ്റൊരു രാജ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ രാജ്യത്തിന് അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളോട് പറയുകയാണ്. അത് കൈയടിക്കാൻ കുറെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വിഷം എത്രത്തോളമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മിസൈൽ ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ ആ വളർന്നു വരുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ, അതും നമ്മുടെ സൗഹൃദമായ രാജ്യത്തെ ആക്രമിക്കാൻ നമുക്കൊരു മിസൈൽ ഉണ്ടാക്കണം എന്നുള്ളത്. പാകിസ്ഥാന് പൊതുവെ ഇന്ത്യയോട് ശത്രുതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ശത്രുതയുടെ പുറത്ത് ബംഗ്ലാദേശുമായി ഒത്തുചേർന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന ഇല്ലാത്ത ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുത്തുകൊണ്ട് ബംഗ്ലാദേശുമായി ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ഒരു വലിയ പദ്ധതി പാകിസ്ഥാനിൽ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയദൃഷ്ടിയോടെ തന്നെ കാണേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ പ്രൊഫസർ ഷഹീദു സമാൻ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ചിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്, അവർ കരുതുന്നത് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നിവർ കരുതുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പിന്നെ ഇവർ കരുതുന്നത് പാകിസ്ഥാനും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സഹായം ഉറപ്പായിട്ട് ഇവർക്ക് ലഭിക്കും, പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യയെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ സിനുജി പറഞ്ഞതുപോലെ 4156 കിലോമീറ്റർ ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഈ അതിർത്തിയിലെ സുരക്ഷ, അപ്പൊ ഇത്രയും റിപ്പോർട്ടുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇന്ത്യ എന്തായാലും ഈ അതിർത്തി പ്രദേശത്തെ സുരക്ഷ അതിശക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, അല്ലേ? അതിനോടൊപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ആണവ മിസൈൽ തയ്യാറാക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അതിൽ ഇപ്പൊ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അത് നിരീക്ഷിക്കും, ഇന്ത്യ അതിനു വേണ്ട പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കും. അത് ഏത് തരത്തിലായിരിക്കും? അത് ഉറപ്പല്ലേ, കാരണം പരീക്ഷിച്ചു. ഈ ഒഡീഷയിലാണ് ഈ പരിശീലനം ഒക്കെ അല്ലെങ്കിൽ ഈ പരീക്ഷണം നടത്തിയത്. എന്തിനാണ് അഗ്നി 4 പരീക്ഷിച്ചത്? കാരണം ഇന്ത്യ കാലങ്ങൾക്ക് മുമ്പേ അഗ്നി 4 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നീ തയ്യാറെടുക്കുന്നതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾ ഈ ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത് ഇതിന് 4000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് നിന്നെ കാണിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇത് രാജ്യാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. 2 ആഴ്ച മുമ്പ് ഇന്ത്യ ആണവ അന്തർവാഹിനി പുറത്തേക്ക് ഇറക്കി കമ്മീഷൻ ചെയ്യുന്നു, INS അരിഘട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആണവ മുങ്ങിക്കപ്പൽ നമ്മുടെ കയ്യിലുണ്ട്, മിസൈലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുകയാണ്. ഇവിടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഒരിക്കൽ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഞങ്ങൾ വേറൊരു രാജ്യമായി നിലനിൽക്കും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ഭാഗം ബംഗ്ലാദേശ്, ഈ പറയുന്ന കിഴക്കൻ മേഖലയുണ്ട് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു വിശാല രാജ്യമാക്കി മാറ്റാൻ മമത ആഗ്രഹിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലുള്ള ഇന്ത്യ വിരുദ്ധർ, ബംഗ്ലാദേശിലുള്ള ജമാഅത്തിയുടെ ആൾക്കാർ ഈ മമതയെ സ്വാഭാവികമായും അവരുടെ കൂട്ടത്തിലേക്ക് ആകർഷിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ട പിന്തുണ തന്നാൽ ഞങ്ങൾ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ചേരണമെന്ന് പറയുന്നു. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഒരു സൈനിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണവ ശക്തിക്കോ അല്ലെങ്കിൽ സൈനിക ശക്തിക്കോ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. കാരണം ബംഗ്ലാദേശ് ഒരു റൈഫിൾ എടുത്ത് പൊക്കുന്ന സമയം മതി ഇന്ത്യയുടെ റോക്കറ്റുകൾക്ക് അവിടെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ. തുടർച്ചയായി ഒരു 6 മണിക്കൂർ ഇന്ത്യൻ സൈന്യം കയറി അറ്റാക്ക് ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ ഈ ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ആണവായുധം വേണം. അപ്പോൾ സ്വന്തമായിട്ട് ആണവായുധമില്ല, അപ്പോൾ പാകിസ്ഥാനെ നിങ്ങൾ തരൂ. അപ്പോൾ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുക. അപ്പോൾ മിനി പാകിസ്ഥാനായിട്ട് ബംഗ്ലാദേശ് മാറാൻ അവർ ആഗ്രഹിക്കുന്നു. അതായത് ഒരു മുസ്ലിം മതരാഷ്ട്രമായിട്ട് മാറാൻ ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ജയിലിൽ കിടന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരായ തീവ്രവാദികളെ തുറന്നു വിടുന്നു. അവർ ആസാമിലൂടെയും ബംഗാളിലൂടെയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇവരെ ഉപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിർത്തി പ്രദേശം ബംഗ്ലാദേശുമായി പങ്കിടുന്ന ഇന്ത്യയെ ഏത് മേഖലയിൽ നിന്നും ആക്രമിക്കാമെന്ന ഒരു വ്യഥാമോഹം അവർക്കുണ്ട്. പക്ഷേ അത് എത്രത്തോളം സബലീകരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒപ്പം അമേരിക്കയും റഷ്യയും പോലെയുള്ള വൻകിട ശക്തികളുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം, ഇതൊക്കെ വെച്ചിട്ട് നേരിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ
അല്പം അല്ലെങ്കിൽ അതിലേറെ ഭയപ്പാടോടുകൂടിയേ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകേണ്ടി വരികയുള്ളൂ. ഒപ്പം പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിലേക്ക് പോലും ഭീകരരെ അയക്കുന്നില്ല, കാരണം ഇന്ത്യയുടെ നിലപാടുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബംഗ്ലാദേശിൻ്റെ ഈ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സൗഹൃദ രാജ്യത്തിനപ്പുറം പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യയെ തകർക്കുക എന്നൊരു നിലപാട് ബംഗ്ലാദേശ് സ്വീകരിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ജമാഅത്തെ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ഈ ഭീകരരെയൊക്കെ വിട്ടുകൊണ്ട് ഇന്ത്യ തകർക്കാനുള്ള ഈ ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും അതിനെ എങ്ങനെ ഇന്ത്യ പ്രതിരോധിക്കും, ഇന്ത്യയുടെ സൈനിക ശക്തി എത്രത്തോളം വലുതാണ് എന്ന് അതിലൂടെ ബംഗ്ലാദേശ് തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടി ഞാൻ ചേർത്തോട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ വിരുദ്ധരെ പ്രതിരോധിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യ വിരുദ്ധർക്ക് ഇവിടെ കളമൊരുക്കി കൊടുക്കുന്നതിനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ഇന്ത്യക്കുള്ളിൽ നടത്തുന്നവരെയും നിലയ്ക്ക് നിർത്തുന്നതിനും അവരെ മനസ്സിലാക്കാൻ അവരെ മനസ്സിലാക്കി അവരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടം ആദ്യമായി ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.